എങ്ങനെ നല്ല അടിപൊളിയായിട്ട് തേങ്ങാച്ചോറ് ഉണ്ടാക്കുക നമുക്ക് നോക്കാം. ഇതിന് 2 കപ്പ് അരി നമ്മൾ എടുത്തത്. അപ്പോൾ ഇതിന് 4 കപ്പ് വെള്ളം എടുക്കണം. അതേപോലെ ചെറിയുള്ളി, അതേപോലെ വലിയുള്ളി. ഈ വലിയുള്ളി ചേർത്താൽ ഭയങ്കര ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ. 1.5 സ്പൂണ് ഉലുവ, തേങ്ങ കൈ കൊണ്ട് ഇങ്ങനെ തിരുമ്മി എടുക്കണം, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവും തേങ്ങ ചോറ് ഉണ്ടാക്കുമ്പോൾ കേട്ടോ. അപ്പോൾ ബാക്കി എല്ലാ സാധനങ്ങളും നമുക്ക് ഇതിലേക്ക് ചേർക്കാം കേട്ടോ. ഈ കപ്പിന് 2 കപ്പാണ് അരി എടുത്തത്. അപ്പോൾ ഇതിന് 4 കപ്പ് വെള്ളം നമ്മൾ അളന്നെടുത്ത് വെച്ചു കേട്ടോ. അപ്പോൾ ഈ 4 കപ്പ് ഇതിലേക്ക് ചേർക്കാം. പിന്നെ വലിയുള്ളി ചെറുതാക്കി അരിഞ്ഞു, അതേപോലെ ചെറിയുള്ളി, ഉലുവ ഇതൊക്കെ ചേർക്കാം. പിന്നെ തേങ്ങ ചേർക്കാം കേട്ടോ. പിന്നെ പാകത്തിന് ഉപ്പ് കേട്ടോ, അതിനനുസരിച്ചുള്ള ഉപ്പ് ചേർക്കുക. എന്നിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് വെള്ളം വറ്റി വരുമ്പോൾ, അപ്പോൾ ചോറിലെ വെള്ളമൊക്കെ വറ്റി വന്നു കേട്ടോ, പാകത്തിന് കേട്ടോ. എന്നിട്ട് നമ്മൾ അടുപ്പിലെ തീ മാറ്റിയിട്ട് അങ്ങനെ മൂടി വെക്കുക കേട്ടോ. ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂർ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇത് റേഷൻ അരിയിലാണ് ചെയ്തത്. അപ്പോൾ അടിപൊളി തേങ്ങാച്ചോറ്